ഹലോ, എൻ്റെ ഡെസ്കിലിതാ ഈ ഒരു ഡ്രോവറിലാണ് ഞാൻ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ ഈ സ്റ്റിക്കേഴ്സൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജേർണലിങ്ങോ അല്ലാതെ എന്തെങ്കിലും ആവശ്യത്തിന് സ്റ്റിക്കേഴ്സ് എടുക്കുന്ന സമയത്ത് ഇത് മൊത്തം ഞാൻ ഇതിൻ്റെ അകത്ത് തപ്പി തപ്പി കുറേ പാടുപെട്ടിട്ടാണ് ഇതിൻ്റെ അകത്ത് നിന്ന് സ്റ്റിക്കർ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കാം. അതാകുമ്പോൾ എല്ലാ സ്റ്റിക്കേഴ്സും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യാൻ ചെയ്യാം. നോക്കിയാൽ പെട്ടെന്ന് എല്ലാം കാണാനും പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു A4 ഷീറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റിക്കർ ബുക്കിൻ്റെ പേജിൻ്റെ ഇതനുസരിച്ച് അതുപോലെ തന്നെ എത്ര പേജസ് വേണമെന്നനുസരിച്ച് നിങ്ങൾ ഇതുപോലെ A4 ഷീറ്റ് എടുക്കുക. ഞാനിപ്പോൾ 2 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഞാൻ ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളൂ, മറ്റേ സൈഡിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഒരു സൈഡിൽ മാത്രം സ്റ്റിക്കർ ഒട്ടിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മടക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് ഒരു പേജ് എത്ര സൈസിലാണ് വേണ്ടത് ആ ഒരു സൈസിൽ ഇതിനെ മടക്കിയിട്ട് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു സൈസിലാണ് കേട്ടോ എല്ലാ പേജസും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ കുറേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 2 A4 ഷീറ്റിൽ നിന്ന് എനിക്ക് ഇത്രയും പേജസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ലെവലാക്കി വെച്ചിട്ട് ഇതൊന്ന് സ്റ്റേപ്ലർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്താലും കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിവിടെ സ്റ്റേപ്ലർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സ്റ്റേപ്ലറിൻ്റെ ആ ഒരു സംഭവം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടേപ്പും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നല്ലപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിതാ ഷേപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഷേപ്പ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ അടിയിൽ കറക്റ്റ് ഷേപ്പായില്ല കേട്ടോ, അതൊന്ന് വളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഷേപ്പ് ചെയ്തെടുത്തു. പിന്നെ ഇതുപോലെ ഒരു OHP ഷീറ്റ് എടുത്ത് ഞാൻ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് കവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബുക്കിനേലും കുറച്ചും കൂടെ വലുതായിട്ടുള്ള OHP ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ലാസ്റ്റത്തെ പേജ് ഉണ്ടല്ലോ അതും കൂടെ OHP ഷീറ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അതായത് ഫ്രണ്ട് പേജ് അല്ല, ബാക്കിലെ ലാസ്റ്റത്തെ പേജ് OHP ഷീറ്റായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണമായിരുന്നു. ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ലാസ്റ്റ് എന്നിട്ട് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് എൻ്റെ ബുക്ക് കണ്ടോ ഇടയ്ക്കിടയ്ക്ക് തന്നെ തുറന്നു പോകണ്ടായിരുന്നു. അപ്പോൾ അത് ബാക്കിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ആ സ്റ്റേപ്ലർ പിന്നെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ വാഷി ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബുക്ക് അത്യാവശ്യം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര പ്ലെയിൻ ആയിപ്പോയില്ലേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ സ്റ്റിക്കർ ബുക്കാണോ എന്ന് മനസ്സിലാവണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റിക്കർ ബുക്കിൽ നിന്ന് ഇതുപോലെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഓവർ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അതൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് പേജ് മൊത്തത്തിൽ നല്ലപോലെ ക്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഈ വാഷി ടേപ്പ് ഉണ്ടല്ലോ നമ്മളുണ്ടാക്കി അതിൽ നിന്നും ഒരു ഫ്ലവർ മാത്രമായിട്ട് കട്ട് ചെയ്തൊക്കെ എടുത്ത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചപ്പോൾ മൊത്തം പിങ്ക് കളറായി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതും കൂടെ കട്ട് ചെയ്ത് അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റിക്കർ ബുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കണമല്ലോ. അപ്പോൾ അതാണ് ഇനി ചെയ്യാൻ പോണത്. ഞാൻ എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്കേഴ്സ് മീൻസ് എൻ്റെ സ്റ്റിക്കേഴ്സ് പ്രിൻറ്റ് ചെയ്തിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലെ പേപ്പർ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് സ്റ്റിക്കറായിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാത്തിൻ്റെയും ഇങ്ങനെ റിമൂവ് ചെയ്ത് ഒട്ടിക്കണേൽ നല്ലത് ആ ഒരു പേപ്പറിൻ്റെ ബാക്കിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്റ്റിക്കർ മാത്രമായിട്ട് പീൽ ചെയ്തിട്ട് ഒട്ടിച്ചാൽ മതിയല്ലോ. അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ സിമ്പിളെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് നോർമൽ സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ അത് വെറുതെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ
ആ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിലൊട്ടിച്ചിട്ടും എൻ്റെ സ്റ്റിക്കേഴ്സൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, എന്നിട്ടും ബാക്കിയുണ്ടായിരുന്നു. അത് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ഡ്രോവറിൽ തന്നെ വെച്ചു. ഇനിയിപ്പോൾ അതാ എൻ്റെ അടുത്തുള്ള സ്റ്റിക്കേഴ്സ് കുറച്ച് ഞാൻ ഇതിൽ ഒട്ടിച്ചിരിക്കണം കാണിച്ചു തരാം. മൊത്തത്തിലൊരു വിൻറ്റേജ് തീമായ പോലെ ഉണ്ട്. ഇതൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള സ്റ്റിക്കേഴ്സ് കേട്ടോ. അങ്ങനെ ഇത്രയും സ്റ്റിക്കേഴ്സാണ് ഈ സ്റ്റിക്കർ ബുക്കിൽ മൊത്തം ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഈ സ്റ്റിക്കേഴ്സ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗ്ലൂവിലാണ് ഒട്ടിച്ചു കൊടുത്തേക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ അടിയിലെ പേപ്പർ മാത്രമേ ഇതിലേക്ക് സ്റ്റിക്കായിട്ടുള്ളൂ. ആ സ്റ്റിക്കർ നമുക്ക് ഇതുപോലെ പീൽ ചെയ്ത് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.